ലൗകിസം ചാപ്റ്റർ 6:2 നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഹോമീസ്. അപ്പോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പാർക്ക് തൈജൻ എഴുതിയ ലൂക്കിസത്തിലെ ചാപ്റ്റർ 6:2 ആണ്. പാർക്ക് തൈജൻ എഴുതിയ ഏറ്റവും OP ആയുള്ള ഒരു മാനുവയാണ് ലൂക്കിസം. ലൂക്കിസത്തിലെ മെയിൻ ക്യാരക്ടർ ഡാനിയൽ ബാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിൽ ആദ്യം തന്നെ കാണുന്നത് ഡാനിയലിൻ്റെ ഒരു OP ഓറയുള്ള ഒരു പാനലാണ്. അപ്പോൾ ചാങ്സും പറയും, ഇത് ലിസ്റ്റിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കിത്തേക്കും നടന്നു വന്നു എന്ന് പറയും, ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ചാങ്സുവിൻ്റെ ഒരു ഇരിക്കുന്ന പാനൽ കാണിക്കും. എന്നിട്ട് കിത്തേക്കും കണ്ടിന്യൂ ചെയ്യും, യു ഡെഫിനറ്റ്ലി ലോസ്റ്റ്. നീ നേരത്തെ തോറ്റതായിരുന്നല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഇത്രയും സ്റ്റാമിന ബാക്കി? ആ കിളവനെ അടിച്ചിടാനായി നിക്ക്. നീ എങ്ങനെയാണിപ്പോൾ നിൽക്കുന്നത്? എന്നിട്ട് ഗിത്തേക്കും ഡാനിയൽ പാർക്കിന് ഒരു ലെഫ്റ്റ് ഹുക്ക് കൊടുക്കും. പക്ഷേ അത് ഡാനിയൽ പാർക്ക് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഗിത്തേക്കിമിന് ഒരു മറുപടിയായി ഒരു പഞ്ച് കൊടുക്കും. അത് ഗിത്തേക്കിമും ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഗിത്തേക്കും ഒരു പഞ്ച് കൊടുക്കും. അത് ഡാനിയൽ സിമ്പിളായി ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഗിത്തേക്കും അവനെ നീ കൊണ്ട് കിക്ക് കൊടുക്കും ഡാനിയൽ പാർക്കിൻ്റെ മുഖത്ത്. എന്നിട്ട് പറയും, നീ പവറപ്പായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇനി അതില്ല. ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്തു ഡാനിയൽ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗിത്തേക്കും ഡാനിയൽ പാർക്കിന് ലാസ്റ്റ് ഒരു പഞ്ച് കൊടുക്കാൻ പോകുമ്പോൾ ആ പഞ്ച് ഡാനിയൽ ഡോജ് ചെയ്യും. എന്നിട്ട് ഗിത്തേക്കും വിചാരിക്കും, ഇവൻ ഇതെങ്ങനെ ഡോജ് ചെയ്തു? ഡാനിയൽ പാർക്ക് മറുപടിയായി ഒരു കിക്ക് കൊടുക്കും. ഗിത്തേക്കും പറയും, വാട്ട്സ് ദിസ്? ഗിത്തേക്കും എന്നിട്ട് ഒരു പഞ്ച് കൊടുക്കും. അത് ഡാനിയൽ പാർക്ക് ഡോജ് ചെയ്യും. എന്നിട്ട് ഗിത്തേക്കും പറയും, ഹി ഗോസ് സ്ട്രോങ്ങർ. അവൻ പവർ കൂടിയിരിക്കുന്നു. അപ്പോൾ ചാങ്സ് പറയും, എന്നോട് പറയല്ലേ, ഇതെന്തെന്നാ ഞാൻ കാണുന്നത്? ഹി മാച്ചിങ് ഗിത്തേക്കിംസ് ലെവൽ. ഇവന്റെ ഒപ്പോണന്റിന്റെ ലെവൽ മാച്ച് ചെയ്യുന്നു. അതെങ്ങനെ? അപ്പോൾ ഗിത്തേക്കും പറയും, നീ നിന്റെ പ്ലേസ് മറക്കുന്നു ഡാനിയൽ പാർക്ക്. ഗിത്തേക്കും വിചാരിക്കും, ഇവൻ എന്റെ പവറുമായി മാച്ച് ചെയ്യുന്നു, അതെങ്ങനെ? എന്നിട്ട് ഗിത്തേക്കും ഡാനിയൽ പാർക്കിന്റെ കഴുത്ത് പിടിക്കും. പക്ഷേ ഡാനിയൽ പാർക്ക് അത് അവന്റെ മൂവായി ഗിത്തേക്കിമിനെ ഗ്രാബ്ലിംഗ് കൊണ്ട് മറിച്ചിടും. എന്നിട്ട് ഗിത്തേക്കും ഡാനിയൽ പാർക്കിനെ പഞ്ച് ചെയ്യും. പക്ഷേ ഡാനിയൽ പാർക്ക് അത് തുള്ളി ഡോഡ് ചെയ്യും. എന്നിട്ട് അതൊരു കാറിന് പോയിക്കൊള്ളും. കാറ് ചതുങ്ങിപ്പോവും. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിനെ ഒരു കിക്ക് ചെയ്യും. ഗിത്തേക്കും കുറെ ദൂരെ പോയി നിൽക്കും. എന്നിട്ട് ഗിത്തേക്കിമിനെ കുറെ പഞ്ച് ചെയ്യും ഡാനിയൽ പാർക്ക്. ഗിത്തേക്കിമിനെ ഒന്നും ചെയ്യാൻ പാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന് ഒരു ലോ കിക്ക് കൊടുക്കും. പക്ഷെ അതൊരു ടാക്കിളാണെന്ന് വിചാരിച്ച ഗിത്തേക്കും മാറിപ്പോയി. കാരണം അത് ഡാനിയൽ ഒരു ഫെയിന്റ് ഇട്ടതായിരുന്നു. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിനെ മറിച്ചിടും. ഗ്രാബ്ലിംഗ് ടെക്നിക്ക് വെച്ചിട്ട് സൂപ്ലെക്സ് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന്റെ മുഖത്ത് ഒരു നീ കൊടുക്കും. പക്ഷെ ഗിത്തേക്കും ഡാനിയലെ നീ പിടിച്ച് ഡാനിയൽ പാർക്കിനെ ദൂരെ വലിച്ചെറിയും. ഡാനിയൽ പാർക്ക് പക്ഷേ നേരെ ഒരു വർക്കറിന്റെ മുഖത്ത് ലാൻഡ് ചെയ്ത് എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് റീലോഞ്ച് ആവും. ഒരു സൂപ്പർമാൻ കുത്തു കൊടുക്കും ഗിത്തേക്കും. പക്ഷെ ഗിത്തേക്കും അത് ബ്ലോക്ക് ചെയ്യും. പക്ഷേ ആ വെഹിക്കിലുള്ള വർക്കർ തെറിച്ചു പോകും. ഡാനിയൽ പാർക്കിന്റെ ആ ഒരു ലോഞ്ചിങ് സ്പീഡ് കൊണ്ട് ആ വർക്കർ തെറിച്ചു പോകും. എന്നിട്ട് ഗിത്തേക്കും ഡാനിയൽ പാർക്കിന് പിന്നെ ഒരു പഞ്ച് കൊടുക്കും. പക്ഷേ പഞ്ചൊന്നും ഉപകാരമില്ലാണ്ടായി പോകും. കാരണം ഡാനിയൽ എല്ലാ പഞ്ചും ഡോജ് ചെയ്യുന്നു. ചാങ്സ് പറയും, ദാറ്റ് കിഡ്, ആ കുട്ടി കോൺഷ്യസ് അല്ല. അവന്റെ ബോഡി എഴുന്നേൽക്കാൻ സഹായിച്ചത് അവന്റെ ഫൈറ്റ് ചെയ്യാനുള്ള ആ മനക്കരുത്ത് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അവൻ ഗിത്തേക്കിമിന്റെ ലെവലിനെ മാച്ച് ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അവൻ മരണത്തിന്റെ അടുത്ത് വരെ അടിക്കപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ അവൻ എഴുന്നേച്ച് നിന്നു, അവൻ ഫൈറ്റ് ചെയ്യുന്നു, അതും ഗിത്തേക്കിമിന്റെ ലെവലിൽ. ഇത് എങ്ങനെ? അവന്റെ കോൺഷ്യസ്നെസ് നശിച്ചു പോയിട്ടുണ്ട്. അവൻ കോൺഷ്യസ് അല്ല. പക്ഷെ അവന്റെ പെയിനിന്റെ ലിമിറ്റും അവന് പെയിനും അനുഭവപ്പെടുന്നില്ല. ആൻഡ് അവന്റെ ഫിസിക്കൽ കാപ്പബിലിറ്റീസിനെയും അവൻ സർപ്പാസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നു. ഡാനിയൽ പാർക്കിന്റെ ടാലന്റ്, അവന്റെ ടാലന്റ് അത് കോപ്പിയാണ്. വളരെ ഭയാനകരമായ ടാലന്റ് തന്നെ അത്. പക്ഷേ ഇപ്പോൾ അവൻ കോപ്പി ചെയ്യുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഇതുവരെ നേരിട്ട ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒപ്പോണന്റിനെയാണ് അവൻ ഇപ്പോൾ
കോപ്പി ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് ഒരു ഓറ കാണാൻ പറ്റും. അതെ, അവൻ തന്നെ, സെക്കൻഡ് ബോഡി UI ഡാനിയൽ പാർക്ക്. എന്നിട്ട് ഡാനിയൽ പാർക്ക് കിത്തേക്കിമിനെ തെലങ്കും വലങ്കുമായി പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡാനിയൽ പാർക്ക് അവന്റെ കോപ്പിയിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് വെച്ചാൽ അവന്റെ ബോഡി അത് താങ്ങില്ല. അവന്റെ ഓരോ കിക്കിലും അവന്റെ നീയുടെയും കാലിന്റെയും എല്ലാം ഒക്കെ നുറുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാനിയൽ പാർക്ക് കിത്തേക്കിമിന്റെ വയറ്റിനൊരു ഹുക്ക് കൊടുക്കും. പക്ഷെ ആ ഒരു പഞ്ചിന്റെ ഇമ്പാക്ട് കൊണ്ട് ഡാനിയൽ പാർക്കിന്റെ എൽബോ ക്രാക്കായി പോവും. എന്നിട്ട് കിത്തേക്കിം പറയും, ഐ അക്നോളേജ്ഡ് യു. ഇത്രയും കാലം ഞാൻ നിന്റെ മാസ്റ്ററിനെ ആയിരുന്നു അക്നോളേജ് ചെയ്തിരുന്നത്, ബട്ട് അതിനില്ല, ഞാൻ നിന്നെ അക്നോളേജ് ചെയ്തിരിക്കുന്നു ഡാനിയൽ പാർക്ക്. എന്നിട്ട് കിത്തേക്കും ഒരു പഞ്ച് കൊടുക്കും. അതെല്ലാം യൂസ്ലെസ് ആയിരിക്കും, കാരണം ഡാനിയൽ പാർക്ക് അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് കിത്തേക്കും പറയും, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നീ ഒരിക്കലും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. എന്നിട്ട് കിത്തേക്കും അവസാനമായ ഒരു പഞ്ച് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഡാനിയൽ പാർക്ക് അത് ഡോജ് ചെയ്യും. എന്നിട്ട് ആ പഞ്ച് ഒരു പോസ്റ്റിന് കൊള്ളും. ആ പോസ്റ്റ് നുറുങ്ങിപ്പോവും. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന്റെ മുകളിൽ തുള്ളി ഗിത്തേക്കിമിനെ ഒരു കിക്ക് കൊടുക്കും. അപ്പോൾ ഗിത്തേക്കിം തെറിച്ചു പോകും. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന്റെ മുകളിലേക്ക് തുള്ളും. എന്നിട്ട് ഗിത്തേക്കിമിന് ഒരു പഞ്ച് കൊടുക്കും. ഗിത്തേക്കിം അത് ഡോജ് ചെയ്ത് ഡാനിയൽ പാർക്കിനെ നോക്കി ഒരു ലാസ്റ്റ് റോക്കറ്റ് പഞ്ച് കൊടുക്കും. പക്ഷെ ഡാനിയൽ പാർക്ക് ആ ഒരു പഞ്ചിന്റെ ഫോഴ്സിൽ സ്പീഡിൽ കറങ്ങി ഗിത്തേക്കിമിന് ഒരു പഞ്ച് കൊടുക്കും. ആ പഞ്ചിൽ ഗിത്തേക്കിം വളരെ വീക്കായി പോകും. എന്നിട്ട് ഡാനിയൽ ഗിത്തേക്കിമിന്റെ മുകളിലേക്ക് തുള്ളും. എന്നിട്ട് ഡാനിയൽ ഗിത്തേക്കിമിന്റെ മുകളിലേക്ക് തുള്ളും. എന്നിട്ട് ഗിത്തേക്കിമിന്റെ മുകളിൽ ഡാനിയൽ പാർക്ക് തുള്ളും. എന്നിട്ട് ടൈക്കോണ്ടോയിലെ 1440 ഡിഗ്രി കിക്ക് ചെയ്യും. ആ കിക്ക് കണ്ട ഉടനെ ചാങ്സ് നെട്ടിപ്പോവും. എന്നിട്ട് ഗിത്തേക്കും മുട്ടുമടങ്ങിയിരിക്കും. എന്നിട്ട് ചാങ്സ് പറയും, ഗിത്തേക്കും അവന്റെ മുട്ടിൽ അതെങ്ങനെ? എന്നിട്ട് ഗിത്തേക്കിമിന്റെ മുമ്പിൽ ആ ഒരു ബ്ലാക്ക് ഐഡ് മോൺസ്റ്റർ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ചാങ്സു അലറും, ഹൗ ദ ഒപ്പോണന്റ്, ഹൗ ഡാനിയൽ പാർക്ക് മാച്ചിങ് ഹിസ് ലെവൽ. എന്നിട്ട് ഗിത്തേക്കും പറയും, ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ലിമിറ്റിനെ കുറിച്ച് വല്ലാതെ ക്യൂരിയസ് ആയിരിക്കുന്നു. മൈ ലിമിറ്റ്. എന്നിട്ട് ഗിത്തേക്കും അത് പറഞ്ഞ ഉടനെ ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന്റെ ഫേസിൽ ഒരു സ്ട്രേറ്റ് പഞ്ച് കൊടുക്കും. എന്നിട്ട് ഗിത്തേക്കും ഡാനിയലിന്റെ ഷർട്ട് ടൈറ്റാക്കി പിടിക്കും. ഡാനിയൽ പാർക്ക് അവന്റെ നീയും എൽബോവും വെച്ച് അത് വിടാൻ നോക്കും. പക്ഷെ അത് നടക്കുന്നുണ്ടാവില്ല. ഗിത്തേക്കും അത് വിടുന്നില്ല. എന്നിട്ട് ഗിത്തേക്കും ഒരു അപ്പർ കട്ട് പഞ്ച് കൊടുക്കും ഡാനിയലിന്. എന്നിട്ട് ഡാനിയൽ പാർക്ക് ഗിത്തേക്കിമിന്റെ ഫേസിൽ ഒരു നീ കൊടുക്കും. എന്നിട്ട് ചാങ്സ് പറയും, ഇത് പൊട്ടത്തരമാണ്, അവൻ ഇതെങ്ങനെ ചെയ്യുന്നു? ഒരു സ്റ്റാമിനയും ലിമിറ്റും വേദനയും ഇല്ലാത്ത ഒരു ബോഡിയോടാണോ അവൻ ഫൈറ്റ് ചെയ്യുന്നത്? അവൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്നിട്ട് ഡാനിയൽ പാർക്കിന് ഗിത്തേക്കും ഒരു പഞ്ച് കൊടുക്കും. ഡാനിയൽ പാർക്ക് അങ്ങോട്ടും കൊടുക്കും. ഗിത്തേക്കും അങ്ങോട്ട് കൊടുക്കും, ഡാനിയൽ ഇങ്ങോട്ട് കൊടുക്കും. ഗിത്തേ അങ്ങോട്ട് കൊടുക്കും, ഡാനിയൽ ഇങ്ങോട്ട് കൊടുക്കും. അവസാനം ഗിത്തേക്കും ഒരു പഞ്ച് ചെയ്യും ഡാനിയലിനെ. എന്നിട്ട് നിലത്തിടും. പക്ഷെ ഡാനിയൽ പിന്നെ ഒരു അപ്പർ കട്ട് കൊടുക്കും. എന്നിട്ട് ഡാനിയൽ ഒരു അപ്പർ കട്ട് കൊടുക്കും. ഗിത്തേക്കും ഒരു സ്ട്രേറ്റ് പഞ്ച് കൊടുക്കും. എന്നിട്ട് പിന്നെയും ഗിത്തേക്കും കുത്തും, ഡാനിയലും കുത്തും. അവസാനം ചാങ്സു ഇങ്ങനെ നോക്കും. ഗിത്തേക്കും അങ്ങോട്ട് കൊടുക്കും, ഡാനിയൽ ഇങ്ങോട്ട് കൊടുക്കും. ഇത് കണ്ടിട്ട് ചാങ്സുവും ബാക്കിയുള്ള വർക്കേഴ്സ് എല്ലാം അന്തം വെട്ടിയിരിക്കും. എന്നിട്ട് അടുത്ത പാനൽ ജെയിംസ് ലീയുടെ അടുത്തായിരിക്കും. ജെയിംസ് ലീയോട് ചോദിക്കും, ഡാനിയൽ പാർക്കിന്റെയും ഗിത്തേക്കിമിന്റെയും ഫൈറ്റ് തീർന്നിട്ടുണ്ടാവുമോ ജെയിംസ് ലീ? നീ ഇങ്ങനെ പൊക്കിപ്പറ ഡാനിയൽ പാർക്ക് വിജയിക്കുമോ? ഐ ആം ക്യൂരിയസ് അബൌട്ട് ദ റിസൾട്ട്. എന്നിട്ട് പറയും, ഐ ആം ക്യൂരിയസ് അബൌട്ട് ഇറ്റ് ജെയിംസ് ലീ. നീ ആരാ ജയിക്കുമെന്ന് വിചാരിക്കുന്നു? അപ്പോ ജെയിംസ് ലീ പറയും, ദ ആൻസർ ഈസ് ഓൾറെഡി ഡിസൈഡഡ്. ചോദിക്കും, ഓൾറെഡി ഡിസൈഡഡ്? ദാറ്റ്സ് റൈറ്റ്. ഗിത്തേക്കിം ആൻഡ് ഡാനിയൽ പാർക്ക്. ഗിത്തേക്കിം ആൻഡ് ഡാനിയൽ പാർക്ക്. ഇതിൽ ഒരാളിപ്പോഴും പെർഫെക്റ്റ് ഇല്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുപോലെയുള്ള ഇനിയും അമേസിംഗ് ആയിട്ടുള്ള ലോക്കിസം കോണ്ടന്റ്സിനും ലോക്കിസത്തിന്റെ മുമ്പുള്ള ഫസ്റ്റ് തൊട്ടുള്ള ചാപ്റ്റേഴ്സിനും വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് തൊട്ടുള്ള ചാപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഈ ചാനലിലേക്ക് കമന്റ് ബോക്സിൽ കമന്റും ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്തൊരു അമേസിംഗ് വേറൊരു ആനിമെ കോണ്ടന്റുമായിട്ട് കാണാം. അതുവരെ ഐ ആം മിസ്റ്റർ വാഗ സൈനിങ് ഓഫ്.